ആയിട്ട് ഈ നാളുകളിൽ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായിരിക്കുന്ന മോൻസി വർഗീസ് അച്ഛൻ പരിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ മാർത്തോമ വികസന സംഘത്തിൻ്റെ വളരെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു അമരക്കാരൻ എന്ന നിലയിൽ നേതൃത്വം നൽകി സഭയുടെയും സമൂഹത്തിൻ്റെയും വികസനത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായിരിക്കുന്ന പരിപാടികൾ പ്രിയപ്പെട്ട അച്ഛൻ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകൾ സഭാ വികസന സംഘത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച നാളുകൾ കൂടെയാണ്. എന്നാൽ 40 വർഷത്തിൽ പരമായിട്ട് മാർത്തോമാ സഭയിൽ വികസന സംഘമുണ്ട്. പ്രിയപ്പെട്ട മോൻസി വർഗീസ് അച്ഛൻ പ്രത്യേകിച്ച് സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇടങ്ങളിലൊക്കെ ഈ നാളുകളിൽ അനുഗ്രഹമായ ശുശ്രൂഷ നിർവഹിച്ചു. നമുക്കറിയാം, മഞ്ഞാലുമൂട് സ്നേഹതീരം HIV AIDS രോഗികൾക്ക് വേണ്ടി സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രത്യേക പ്രൊജക്റ്റാണ്. നമ്മുടെ അടുത്തുള്ള സ്മൃതി പോലെ തന്നെ HIV രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഡയറക്ടറായിട്ട് അച്ഛൻ ദീർഘനാളുകൾ പ്രവർത്തിച്ചു. അതുകൂടാതെ സഭയുടെ വിവിധ ഇടവകൾ, അലഹബാദ് മാർത്തോമാ ഇടവക വികാരിയായും കാനഡയിലുള്ള മാർത്തോമാ ഇടവക വികാരിയായിട്ടൊക്കെ അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചു. ഇപ്പോൾ അച്ഛൻ വികസന സംഘത്തിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ അനേകമായ ശുശ്രൂഷ നിർവഹിക്കുന്നു. കുഴിക്കാല മാർത്തോമാ ഇടവാംഗമാണ് പ്രിയപ്പെട്ട അച്ഛൻ. ഇപ്പോൾ ആരാധന മധ്യത്തിലുള്ള നമ്മുടെ കുമ്പസാരത്തിന് മുമ്പായിട്ട് ഉള്ള ഒരു ചെറിയ ധ്യാനം അച്ഛന് ഇപ്പോൾ ചെയ്യും. അച്ഛൻ്റെ പ്രധാനപ്പെട്ട പ്രഭാഷണം ആരാധനയ്ക്ക് ശേഷമായിരിക്കും. അതെല്ലാവർക്കും വേണ്ടിയാണ് ആ പ്രഭാഷണം പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ആദ്യ അവസാനം ഈ ശുശ്രൂഷയെ സംബന്ധിക്കണം. പ്രിയപ്പെട്ട അച്ഛൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു മാർത്തോമാ വികസന സംഘത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഇടവക സന്ദർശിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഈ പ്രസ്ഥാനത്തിനുണ്ടാകണം. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ആദ്യാവസാനം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മോൻസി വർഗീസ് അച്ഛനെ നമ്മുടെ ഇടവയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ധ്യാന പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ബഹുമാന്യനായ സോണി ഫിലിപ്പച്ചൻ, പ്രിയപ്പെട്ട ഇടവജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് ഈ ഇടവകയിൽ ബഹുമാനപ്പെട്ട സോണി അച്ഛൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം വരാനും ഇന്ന് ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാനും അതിനിടയ്ക്കുള്ള ഈ ധ്യാന പ്രസംഗം നടത്താനും അതിനുശേഷം വികസന സംഘത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനും തക്കവണ്ണമുള്ളൊരവസരം ഉണ്ടായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോണിയച്ചനുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം ഒരുപാട് വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ഞാൻ പട്ടക്കാരനായതിന് ശേഷം ആ അടുത്ത സമയങ്ങളിൽ തുടങ്ങിയ ബന്ധം ഇത്ര നാളും വളരെ സുന്ദരമായി മുമ്പോട്ട് പോകുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇടവക വരുന്നത്. ഇവിടെ വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. സോണിയച്ചൻ എന്നെ ഈ വികസന സംഘത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ എനിക്ക് ഒട്ടും അതിശയോക്തി തോന്നിയില്ല. കാരണം അച്ഛൻ ഇരുന്ന ഇടവകയിൽ അച്ഛൻ പോയതിന് ശേഷം ഞാൻ ഇരുന്നിട്ടുണ്ട്. കണ്ണൂർ അറബി ആരോഹണം മാർത്തോമാ ഇടവകയിൽ അച്ഛൻ 3-4 വർഷം ശുശ്രൂഷത്തിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കണ്ണൂർ എന്ന് പറയുന്നൊരു കുടിയേറ്റ മേഖലയാണ്. വളരെ ഇൻറ്റീരിയറായ ഒരു സ്ഥലമാണ് കണ്ണൂർ അറബി ആരോഹണം മാർത്തോമാ ഇടവക സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അവിടെ വളരെ സുന്ദരമായ ശുശ്രൂഷ ചെയ്തു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ ആത്യന്തികമായ സമഗ്രമായ വികസനം, ദൈവരാജ്യത്തിൽ അധിഷ്ഠിതമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ പല ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ 1 വർഷം മാത്രമേ ഇരിക്കാൻ സാധിച്ചുള്ളൂ. അതുപോലെ ഇൻറ്റീരിയർ ആയതുകൊണ്ടും എനിക്ക് പ്രയാസം ഉണ്ടായതുകൊണ്ടും ഞാൻ അവിടെ നിന്ന് മാറിയത്. അപ്പം ഞാൻ ആലോചിച്ചു അച്ഛൻ എന്തുമാത്രം സഫർ ചെയ്താണ് ആ ഒരു മേഖലയിൽ ശുശ്രൂഷ എന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അച്ഛൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ വികസന സംഘം ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഇടവകയ്ക്ക് താങ്ങും തണലും ആവണമെന്നും ഒരു ഇടവകയുടെ വളർച്ചയ്ക്ക് വികസന സംഘം അത്യന്താപേക്ഷിതമാണെന്നും അച്ഛനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം അച്ഛൻ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോണി അച്ഛൻ്റെ കഴിഞ്ഞ കാലമുള്ള ശുശ്രൂഷ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇനി അച്ഛൻ വലിയൊരു ഇതിനേക്കാൾ കുറച്ചുകൂടെ അല്ല ഭയങ്കരമായ ഒരു വലിയ ഇടവയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തുടർന്നുള്ള ശുശ്രൂഷ
അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എന്നെ വിളിച്ചതിലുള്ള സന്തോഷവും സ്നേഹവും വ്യക്തിപരമായി ഞാൻ അറിയിക്കുന്നു. നിങ്ങളോടെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് സമയമുള്ളൊരു ചർച്ചയും പ്രസംഗവും ഉള്ളതുകൊണ്ട് ഞാൻ അത്തരം ഒത്തിരി മുഖവുരകൾ പറയുന്നില്ല. നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വലിയ നോമ്പിൻ്റെ കാലമാണല്ലോ. നിങ്ങളൊക്കെ ഇറച്ചിയും മീനും ഒന്നും കഴിക്കാതെ ആണോ? ഞാൻ പറഞ്ഞ സത്യമാണല്ലോ അല്ലേ? ചെറിയൊരു അങ്കലാപ്പ്. അപ്പോൾ അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ എടുത്തിരിക്കുന്നത്, നിങ്ങളുടെയൊക്കെ മുഖം കണ്ട ഒത്തിരി ക്ഷീണമുണ്ട്. അത് ഉറങ്ങുന്നതിൻ്റെ ആണോ അതോ നോമ്പെടുത്തതിൻ്റെ ആണോ? പണ്ടൊക്കെ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണെന്നാണ് പറയുന്നത്. പ്രോട്ടീൻ കയറുന്നില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ പിന്നെ പ്രോട്ടീൻ പൗഡറൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ക്ഷീണം എനിക്ക് തോന്നുന്നു. ഉറക്ക ക്ഷീണമാണോ അതോ നോമ്പിൻ്റെ ക്ഷീണമാണോ? നോമ്പിൻ്റെ ക്ഷീണമാണെങ്കിൽ നല്ലത്. അപ്പോൾ അങ്ങനെ നോമ്പ് മുറിക്കാൻ നമുക്ക് അധികം നാളില്ല. ഇനി 1-2 ആഴ്ചയോടെ മാത്രമേ ഉള്ളൂ. നോമ്പ് വീടുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. യേശു കർത്താവിൻ്റെ പീഡാനുഭവത്തെയും സഹനത്തെയും കുരിശുമരണത്തെയും ഒക്കെ ധ്യാനിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഏവങ്കേലിയം വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ വളരെ പരിചിതമായ വേദഭാഗമാണ്. ഭർത്തിമായി കാഴ്ച പ്രാപിക്കുന്നതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം. ബൈബിൾ ഉള്ളവരൊന്ന് എടുത്തേക്കണേ. 10-ാം അധ്യായം അതിൻ്റെ 45 മുതൽ, വീണ്ടും വായിക്കേണ്ട, 52 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ബൈബിൾ ഉള്ളവരൊന്ന് തുറന്ന് വെച്ചാൽ മതി. നമുക്കെല്ലാവർക്കും സൺഡേ സ്കൂളിലും പള്ളിയിലും എല്ലാം പ്രസംഗിച്ച് വളരെ പഴക്കമുള്ള, വളരെ അറിവുള്ള, ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു പ്രസംഗം ചെയ്യാൻ ഇടവകയിലെ എല്ലാവർക്കും പറ്റും. അത്തരത്തിൽ വളരെ ഈസിയായ ഒരു വേദഭാവമാണ് ഭർത്തിമായിയുടെ സൗഖ്യം. പക്ഷെ ഭർത്തിമായിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഒറ്റ കാര്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്, അതാണ് ധ്യാനം നടത്താൻ പോകുന്നത്. അവന് വയ്യാത്തവനായിട്ടും അന്ധനായിട്ടും കണ്ണ് കാണാത്തവനായിട്ടും അവന് യേശു പോകുന്നെന്ന് അറിഞ്ഞിട്ട് അവൻ എവിടെ പോയിരുന്നു? നോമ്പിൻ്റെ ക്ഷീണമായിട്ടാണ് എവിടെ ഇരുന്നേ? റോഡരികിൽ അല്ലേ, വഴി അരികിൽ അല്ലേ. യേശു പോകുന്നിടത്തൊന്നും മുമ്പിൽ കയറി നിൽക്കാതെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇടിക്കുമല്ലോ, അതുപോലൊന്നും അവൻ നിന്നില്ല. കണ്ണ് കാണാത്തവനാണെങ്കിലും വേണം എവിടെ പോയി നിൽക്കാം? മുമ്പിൽ പോയി നിൽക്കാം. അവനവിടെങ്ങും പോയില്ല. അവൻ എവിടെ പോയി നിന്നു? എവിടെ പോയി ഇരുന്നു? റോഡരികിൽ. ഇംഗ്ലീഷ് നല്ലൊരു വാക്കുണ്ട്, മാർജിൻ. വഴി അരികിൽ അല്ലേ, മാർജിൻ, ഫ്രം മാർജിൻ. അവൻ വഴിയരികിലാണ്. വഴിയരികിൽ എന്നിട്ട് അവൻ കരയുകയാണ്, ഹാവ് മേഴ്സി ഓൺ മീ, എന്നോട് നീ കരുണ തോന്നണം. നമ്മളെല്ലാം ഇവിടെ കുർബാന ചൊല്ലുമ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നു, കുറിയേ ലൈസൻ, ദൈവമേ എന്നോട് കരുണ തോന്നണം. എങ്ങും മുമ്പിൽ കയറാതെ, എങ്ങും ആളാകാതെ, എങ്ങും സെൻട്രൽ പൊസിഷനിൽ വരാതെ ഒരു റോഡിൻ്റെ അരികിൽ സൈഡിലിരുന്നിട്ട് അവൻ കിടന്ന് കരയുകയാണ്, തമ്പുരാനെ എനിക്ക് നീ വേറെ ഒന്നും തരണ്ട, പിന്നെന്തോമാണ് എനിക്ക് എന്തോ വേണം? കാഴ്ച. ഫ്രം മാർജിൻ. ഓരങ്ങളിൽ നിന്നാണ് കണ്ണുനീരിൻ്റെ വിളി വരുന്നത് അല്ലേ. ഓരങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ ശബ്ദമാണ് ഉയരുന്നത് അല്ലേ. അവൻ്റെ കണ്ണുനീരാണ്, അവൻ്റെ നെടുവീർപ്പാണ്, അവൻ്റെ രോദനമാണ്, അവൻ ഇത്രയും നാളും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ആഗ്രഹമാണ്. ഫ്രം മാർജിൻ. അതിരുകളിൽ നിന്ന്, ഓരങ്ങളിൽ നിന്ന്, വഴിത്തലയ്ക്കൽ നിന്ന്, റോഡരികിൽ നിന്ന് അവൻ ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്, തമ്പുരാനെ എന്നോട് കരുണ തോന്നണം. അപ്പോൾ തമ്പുരാന് കരുണ തോന്നൂ? എനിക്ക് തോന്നുന്നു, ഞാനിവിടുന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇവിടെ ഇരിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും അടക്കം നമ്മളെല്ലാം ഓരങ്ങളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ജീവിച്ചവരാരും ആണോ? നമ്മൾ കരഞ്ഞു. ആരോട് കരഞ്ഞു? തമ്പുരാനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വെട്ടം തരണം, എൻ്റെ കുടുംബത്തിനകത്ത് ഇച്ചിരി വെട്ടം വേണം അല്ലേ, എനിക്ക് അപ്പം വേണം, എൻ്റെ അടുക്കളയ്ക്കൊരു നിറവ് വേണം, ഞാൻ കലത്തിൽ വെള്ളം ഇടുമ്പോൾ ആ വെള്ളത്തിനകത്ത് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ചോറ് വേണം. ഈ തമ്പുരാനോട് ഈ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അവൻ ഇറങ്ങി വന്ന അടുക്കളയാണ്. ലോർഡ് ഈസ് ഇൻ മൈ കിച്ചൺ. എൻ്റെ അടുക്കള മുറിയിലേക്കും എൻ്റെ സ്വീകരണ മുറിയിലേക്കും എൻ്റെ പഴകിത്തേഞ്ഞ ഭവനങ്ങൾക്കകത്തേക്കും ഇറങ്ങി വന്നതുകൊണ്ട് ഞാൻ വെട്ടം കണ്ടു, ഞാൻ വെളിച്ചം കണ്ടു. നമ്മുടെ കുടുംബത്തിനകത്തൊക്കെ വെട്ടം വീണു അല്ലേ. നമുക്കൊരു വെട്ടം വീണു, നമുക്കൊരു സുഖം വന്നു, നമുക്കൊരു അനുഗ്രഹം വന്നു, നമുക്കൊരു കൃപ വന്നു അല്ലേ. അപ്പോൾ ബർത്തിമായിയെ പോലെ ഫ്രം മാർജിൻ, എവിടെയോ ഓരങ്ങളിൽ ജീവിച്ച നമ്മളും തമ്പുരാനോട് പറഞ്ഞു, തമ്പുരാനെ
കരുണ ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ണുനീര് കണ്ട്, നമ്മുടെ രോദനം കണ്ട്, വഴിത്തലയ്ക്കൽ നിന്ന്, ഓരങ്ങളിൽ നിന്ന്, അരികുകളിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട ക്രിസ്തു നമ്മളോടൊപ്പം നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. സോണിയച്ച ഇവിടെ പറഞ്ഞു, ഞാൻ 6 വർഷത്തോളം HIV/AIDS ബാധിതരുടെ പ്രവർത്തിച്ചാൽ സ്നേഹതീരം. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഈ സ്നേഹതീരത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്ന HIV/AIDS എന്ന് പറയുന്ന രോഗമുള്ള സുകുമാരി എന്ന് പറയുന്നൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡയറക്ടറായിട്ട് അവിടെ ചെന്നപ്പോൾ അവളുടെ ദേഹം മുഴുവൻ ചിരങ്ങൊക്കെ വന്ന്, ചൊറി വന്ന്, ഇങ്ങനെ പസ്സൊക്കെ വരും, ചലമൊക്കെ വരും. അതുപോലെ അങ്ങ് AIDS എന്ന് പറയുന്ന രോഗം കലശലായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിടത്തില്ല, അതുപോലെ അങ്ങ് വയ്യാതാവും. അവിടെ ദേഹത്ത് മുഴുവൻ ചൊറിയാണ്. ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ, പ്രതിരോധശേഷി ഇല്ലാതാവും. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. പിന്നെ സ്നേഹതീരത്തിൻ്റെ ഒരു കരുതൽ അവൾക്ക് നൽകി. അങ്ങനെ അവൾ അല്പം അത്യാവശ്യം ആരോഗ്യത്തോടൊക്കെ ആയി. ആ സമയത്ത് ഈ സ്നേഹതീരത്തെ എല്ലാ വർഷവും സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന അമേരിക്കയിലുള്ള ഒരു പള്ളിയാണ്, ഡാളസ് ഫാമേഴ്സ് ബ്രാഞ്ച് എന്ന് പറയുന്നൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് ഈ സ്നേഹതീരത്തിലെ ആളുകളെ കാണാൻ വേണ്ടി ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ്, 12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ അവരെല്ലാം കൂടെ സ്നേഹതീരം കാണാൻ വേണ്ടി സ്നേഹതീരത്തിൽ വന്നപ്പോൾ ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയൊക്കെ നടക്കുക, പാട്ടായി പ്രാർത്ഥന അതെല്ലാം കഴിഞ്ഞപ്പോൾ സുകുമാരി എന്നോട് ഒന്ന് ചെവി പറഞ്ഞു, അച്ഛാ ഞാൻ പോയി എൻ്റെ ഒരു സാക്ഷ്യം പറയട്ടെ. ഞാൻ നിനക്ക് വല്ലതും സംസാരിക്കാനൊക്കെ അറിയാമോ, നീ ആളുകളുടെയൊക്കെ മുമ്പിൽ നിന്ന് വല്ലതും പറയുമോ? എനിക്ക് തന്നെ അതിശയമായി. അവൾ പറഞ്ഞു, അച്ഛനിപ്പം നോക്കും, ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ട് അച്ഛൻ ഞെട്ടിപ്പോകുന്നു. അപ്പോൾ ഇവൾ വന്ന് മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞു, ക്രിസ്തു ഉള്ളത് കൊണ്ട് ഞാൻ പുഞ്ചിരിച്ച് ജീവിക്കുന്നു, മാർത്തോമാ സഭയുള്ളത് കൊണ്ട് ഞാൻ ചിരിച്ച് ജീവിക്കുന്നു. നിങ്ങളെൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ മൊത്തം ചൊറിയാണ്, ചലമൊക്കെ വരുന്ന കാണാം. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇവളാ പറയുന്നത്, മർത്തോമാ സുറിയാനി ക്രിസ്ത്യാനികളായ ഒത്തിരി പാരമ്പര്യമുള്ള ഡാളസ് പള്ളിയിലെ ആൾക്കാരോട് ഹിന്ദു സഹോദരിയായ സുകുമാരി സാക്ഷ്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? അവൾ പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ശരീരത്ത് മൊത്തം വടുക്കളാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ലാസറിൻ്റെ കല്ലറയുടെ പുറത്ത് ചെന്ന് ക്രിസ്തു ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുമ്പോൾ 4 ദിവസം പഴകിത്തേഞ്ഞു പോയ, ജീർണിച്ചു പോയ, ജീർണത ബാധിച്ച, വിഘടിച്ചു പോയ ലാസറിൻ്റെ ശരീരത്തെ പുറത്തേക്ക് വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ലാസർ അളിഞ്ഞു പോയ ലാസറല്ല, വിഘടിച്ചു പോയ ലാസറല്ല, ജീർണിച്ചു പോയ ലാസറല്ല. പിന്നെ ഇറങ്ങി വന്നത് കൃത്യമായ ശോഭയുള്ള മനുഷ്യ ശരീരമുള്ള ലാസർ ഇറങ്ങി വന്നു. ആ ലാസറിനെ, അവൾ അങ്ങനെ പറഞ്ഞേ, ആ ലാസറിൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തിയ ക്രിസ്തു ഒരു നാളിൽ എന്നെയും എൻ്റെ ശരീരത്തെയും സൗഖ്യമാക്കും. കണ്ണുനീര് കണ്ട് നമ്മൾ രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കാലും നരിയാണിയും ഉറക്കത്തില്ല എന്ന് കരുതിയപ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് വളർത്താൻ പറ്റത്തില്ല എന്ന് കരുതിയപ്പോൾ, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ അക്കരയ്ക്ക് പോകത്തില്ല എന്ന് ഞാൻ കരുതിയപ്പോൾ, എൻ്റെ കുഞ്ഞു പോയ ഇൻ്റർവ്യൂവിന് അവന് പ്രവേശനം കിട്ടത്തില്ല എന്ന് ഞാൻ കരുതിയപ്പോൾ, അല്ല ഇനി മേലാൽ എൻ്റെ പുരയ്ക്കകത്ത് വഴിയരികിലിരുന്ന എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന തമ്പുരാൻ്റെ സ്നേഹമാണ് ആരറിയുന്നത്? ഭർത്തിമായർ. അങ്ങനെയെങ്കിൽ ഇളമ്പൽ ജെറുസലേം പള്ളിയിൽ ഇരിക്കുന്ന, പ്രസംഗിക്കുന്ന എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയണം, കർത്താവേ, സത്യമായും സത്യമായും ഞാൻ ഒരു കാര്യം ഇവിടെ ഇരുന്ന മനസ്സോടെ, മൗനത്തോടെ, പിറുപിറുപ്പോടെ ഞാൻ ആരും കേൾക്കാതെ പറയുന്നു, സത്യമായും നീ എൻ്റെ പുരയ്ക്കകത്ത് എൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന ദൈവമാണ്. ആണോ? സംശയമൊന്നുമില്ല. അപ്പം ബർത്തിമായുടെ സ്റ്റോറി പറഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷേ ബർത്തിമായുടെ അരികിലേക്ക് വന്ന കർത്താവിൻ്റെ സ്നേഹം എൻ്റെ പുരയ്ക്കകത്തും വന്നു എന്ന് പറയുന്നതാണ് സർമൻ. പ്രസംഗം എൻ്റേതാകുന്നത്, എൻ്റെ മോൻസേച്ചൻ്റെ അല്ല, നമ്മുടേതാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ബർത്തിമായി റോഡരികിലിരുന്ന് കർത്താവിനെ വിളിച്ചപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന കർത്താവ് എൻ്റെ വീടിനകത്തും എൻ്റെ അടുക്കളയ്ക്കകത്തും എൻ്റെ സ്വീകരണ മുറിയിലും ഇറങ്ങി വന്നു എന്നുള്ളത് സത്യമാണ്. ഒന്നാമത്തെ ധ്യാനം അതാണ്. 2, അവൻ സൗഖ്യമായി. അവൻ്റെ കണ്ണുനീര് കണ്ട് അവനെ സൗഖ്യം കൊടുത്തു. അപ്പം ഞാൻ ഓർത്തു അവൻ ആ വഴിക്ക് അങ്ങ് പോകാതിരിക്കുക. പക്ഷെ അവിടെ അവസാനം പറയുന്നു, കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. അപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ അവർ മൂന്നാറിന് പോവല്ല, അവർ വീഗാലാൻഡിന് പോവല്ല, അവർ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പോവാണോ? അപ്പം ഞാൻ ഈ പറഞ്ഞ യാത്രകൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണ്? അമ്യൂസ്മെൻ്റ് ആണല്ലേ. നമ്മൾ കണ്ടിട്ടില്ലേ, ടൂറിനൊക്കെ പോയിട്ട് പിള്ളേരിങ്ങനെ അവരിങ്ങനെ സെൽഫിയൊക്കെ ഇട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ
എന്തോ അതിന് പറയുന്നത്, ടാഗ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്തുവാ ഇൻസ്റ്റയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അവർ പോസ്റ്റ് ചെയ്യുന്നത് ആ ട്രിപ്പ് അവർക്ക് അമ്യൂസ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അത് സന്തോഷത്തിൻ്റെ യാത്രയാണ്, ട്രിപ്പാണ്. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ടൂർ പോകാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ ഈ ബർത്തിമായി അനുഗമിക്കുന്ന, ബർത്തിമായി കൂടെ പോകുന്ന യേശുവിൻ്റെ യാത്ര അമ്യൂസ്മെൻറ്റ് ട്രിപ്പല്ല, ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അത് കുരിശിൻ്റെ വഴിയാണ്, അത് സഹനത്തിൻ്റെ വഴിയാണ്, അത് പീഡാനുഭവത്തിൻ്റെ വഴിയാണ്, അത് ശിഷ്യത്വത്തിൻ്റെ വഴിയാണ്. അങ്ങനെയെങ്കിൽ ബർത്തിമായി യേശുവിനോടൊപ്പം ചുമ്മാതെ കൂടെ പോയതല്ല, വെറുതെ അനുഗമിച്ചതല്ല, വെറുതെ അവൻ്റെ കൂടെ ആൾക്കൂട്ടം കൂടുന്ന കണ്ടിട്ട് എന്നാൽ ഞാനും കൂടെ പോകാം എന്ന് പറഞ്ഞ് പോവുകയല്ല. ബർത്തിമായി 12 പേരടങ്ങുന്ന ശിഷ്യ സമൂഹത്തിലേക്ക്, സംഘബോധത്തിലേക്ക്, ശിഷ്യന്മാരെന്ന് പറയുന്ന സംഘബോധത്തിൻ്റെ ഭാഗമായി യേശുവിൻ്റെ മരണത്തിലേക്കുള്ള, കുരിശിലേക്കുള്ള, സഹനത്തിലേക്കുള്ള പാതയിൽ അവനെ അനുഗമിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ബർത്തിമായി കാഴ്ച പ്രാപിച്ച് യേശുവിൻ്റെ യാത്രയിൽ യെരുശലേമോളം അല്ല, കുരിശോളം അല്ല, കുരിശിൻ്റെ ചുവടോളം ആരെ അനുഗമിക്കുന്നു? യേശുവിനെ അനുഗമിക്കുന്നു. വീടിനകത്ത് വെട്ടം വീണു, അപ്പം കിട്ടി, കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു, കുഞ്ഞുങ്ങൾ അക്കരയ്ക്ക് പോയി, ജർമ്മനി പോയി, അയർലൻഡിൽ പോയി, കാനഡയിൽ പോയി, സൗദി പോയി, ദുബായി പോയി, ഷാർജയിൽ പോയി, പോയിട്ട് വന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഞാൻ ആദ്യം പ്രസംഗിച്ചതുപോലെ ഈ തമ്പുരാൻ്റെ കരുണയാണ് കിട്ടിയതെങ്കിൽ പിന്നെ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണോ, അതോ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഞാനും നിങ്ങളും യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട്. ബർത്തിമായി കാഴ്ച പ്രാപിച്ച് യാത്രയെ അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും മറ്റൊരു ക്രിസ്തുവാകാൻ ആര് പോയി? ബർത്തിമായി പോയി. എങ്കിൽ ചോദ്യം എന്നോടാണ്, നമ്മളോടാണ്. നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതല്ല, നമ്മുടെ വൈദഗ്ധ്യം കൊണ്ട് നേടിയതല്ല, നമ്മുടെ അക്കാഡമിക്സ് കൊണ്ട് നേടിയതല്ല, നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ജോലി നേടിയതല്ല. പിന്നെ എൻ്റെ പുരയ്ക്കകത്ത് ഞാൻ കണ്ടതും ഞാൻ കാണുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതുമെല്ലാം ദൈവത്തിൻ്റെ കരുണയാണെങ്കിൽ എൻ്റെ അടുത്ത ചുമതല എന്ന് പറയുന്നത് കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ എന്ന് വെച്ചാൽ എനിക്കൊരു ക്രിസ്തുവാകാൻ പറ്റുമോ? നമുക്കൊരു ക്രിസ്തുവാകാൻ പറ്റുമോ? 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്ന്, കർത്താവേ, പുരയ്ക്കകത്ത് കിട്ടിയതൊക്കെ, കുടുംബത്തിൽ കിട്ടിയതൊക്കെ, എൻ്റെ കണ്ണിൽ കണ്ട വെളിച്ചമൊക്കെ, എൻ്റെ പുരയ്ക്കകത്ത് കണ്ട വെട്ടമൊക്കെ എൻ്റേതല്ല, നിൻ്റെ കരുണയാണ്. 2, നീ അത് തന്നെങ്കിൽ പിന്നെ നീ ആകുകയല്ലാതെ പിന്നെ എന്താണ് മാർഗം? നീ ആകാൻ എന്നെ ഓരോ നാളും പഠിപ്പിക്കണം. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് യോഗം ലഭിച്ച ആൾ പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസം കർത്താവേ, വിശുദ്ധിയോടെ നിന്റെ ആലയത്തിലേക്ക് വരുവാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ സമസൃഷ്ടങ്ങളായ അനേകര് രോഗികളായി ആശുപത്രികളിൽ, ഭവനങ്ങളിൽ വേദനപ്പെടുമ്പോൾ കർത്താവേ, അവരെക്കാൾ ഒരു മഹത്വവും ഇല്ലാതിരുന്നിട്ടും നീ ഞങ്ങളെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വൻകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. നിന്നതല്ല ദൈവമേ, നീ നിർത്തിയതാണെന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. തിരിഞ്ഞു നോക്കുമ്പോൾ തമ്പുരാൻ നൽകിയ വഴികൾ, തമ്പുരാൻ ഒരുക്കിയ പാതകൾ കർത്താവേ, എത്ര പറഞ്ഞാലും മതിയാകത്തതിനപ്പുറമായി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിച്ച ദൈവമേ, നിനക്കായി സ്തോത്രം കർത്താവേ. കർത്താവേ, വഴിയരികിൽ ഇരുന്നു കൊണ്ട് ബർത്തിമായി, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേന്ന് യാചിച്ചപ്പോൾ അവൻ്റെ വിളിയുടെ ശബ്ദം കേട്ട് അവിടെ നിന്ന് അവനെ സൗഖ്യം കൊടുത്ത ദൈവമേ, ഞങ്ങളുടെ രോഗികൾക്ക് ഇന്നത്തെ പകൽ സൗഖ്യത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ കർത്താവേ. ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ കർത്താവേ. കണ്ണുനീര് മാറ്റി കൊടുക്കണമേ കർത്താവേ. കിടക്കയെ മാറ്റി വിരിക്കണമേ കർത്താവേ. ആശ്വാസം അയക്കണമേ കർത്താവേ. ഒരാളും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കല്ലേ കർത്താവേ. എല്ലാവരും ഈ സ്നേഹത്തിൽ ഒത്തുകൂടി നിന്നെ സ്തുതിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. വചനം പ്രഘോഷിച്ച ബഹുമാനപ്പെട്ട മോൻസി വർഗീസ് അച്ഛനായി സ്തോത്രം കർത്താവേ.
വികസന സംഘത്തിന്റെ ഡയറക്ടറിലൂടെ ഈ ദേശത്തിന് നൽകുന്ന ഇടവയ്ക്ക് നൽകുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം കർത്താവേ. ദൈവമേ, അനേകരെ സഹായിപ്പാൻ, അനേകരെ സ്നേഹിപ്പാൻ, കൂട്ടുപിടിപ്പാൻ തക്കവണ്ണം നിന്റെ മകനെ ഒരുക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സോണിയച്ചനായി സ്തോത്രം കർത്താവേ. കൊച്ചമ്മയ്ക്കായി സ്തോത്രം, മാതാവിനായി സ്തോത്രം കർത്താവേ. കർത്താവേ, നീ അനുഗ്രഹിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം ഈ ദേശത്ത് അനുഗ്രഹമായി ശുശ്രൂഷ നടത്തുവാൻ നിന്റെ മകനെ ഒരുക്കിയതിനായി സ്തോത്രം കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ ഭവനങ്ങളെയും ഇന്നത്തെ പകൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. ദൈവമേ, ചിലതൊക്കെ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്നത്, ചിലതൊക്കെ മാനസിക സംഘർഷം, കടഭാരം അനുഭവിക്കുന്നവരുണ്ട്. കടന്നു നഷ്ടപ്പെട്ടു പോകുവാനിടയാക്കാതെ, ആരും തകർന്നു പോകുവാനിടയാക്കാതെ വണ്ണം നീ കാത്തുകൊള്ളണമേ കർത്താവേ. വീണ്ടും ഞങ്ങൾ നിന്റെ മാറ്റമില്ലാത്ത കർത്താവേ തിരുവചനത്തിലൂടെ കേൾക്കുവാനിടയ്ക്ക് അതിന് സ്തോത്രം കർത്താവേ. നിന്റെ കർത്താവേ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ കർത്താവേ. നിന്റെ രക്തവും നിന്റെ ശരീരവും ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായി തീരുവാൻ, നീ ഞങ്ങളുടെ ഉള്ളിൽ ജനിക്കുവാൻ, ഞങ്ങൾ വിടേണ്ടതിനെ വിടുവാൻ, കർത്താവെ ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ ഇടയാക്കണമേ കർത്താവേ. ഇന്ന് രാത്രി നടക്കുന്ന ഞങ്ങളുടെ നോമ്പ് നമസ്കാരത്തിനായി സ്തോത്രം കർത്താവേ. ഒരുക്കിയിരിക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ, ഞങ്ങൾ തിരുമേശയിലേക്ക് പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും കുറ്റത്തിനും ശിക്ഷാവധിക്കും കാരണമാക്കി തീർക്കാതെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് താഴ്മയായി വിനയത്തോടെ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ.